ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഈദ് ഹോളിഡേയ്സ് ആയിരിക്കുകയാണ്. നമുക്ക് 3 ദിവസം ലീവ് ഉണ്ട്. അല്ല, ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ നേരെ വാദി ഷാബിലേക്കാണ് പോകുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളോട് 2 കൂട്ടുകാർ കൂടെ ഉണ്ട്. അമ്മാരെ കാത്ത് 7 മണിക്ക് റെഡിയായി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അമ്മാർ 9 മണിയായിട്ടാണ് വന്നത്. മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉണ്ട് വാദി ഷാബിലേക്ക്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും എത്താനായിട്ട്. അവിടത്തെ കണ്ണീര് വെള്ളം കണ്ടിലേക്കാണ് നിന്റെ. ഈ വളം ഒന്ന് കറങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ അമ്പൂരി പാലം പോലെ ഇവിടുത്തെ വാദി ഷാബിലെ പാലം വളരെ ഫേമസ് ആണ്. ഇതായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വണ്ടികളായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ പാലം. ഇതാണ് വാദിയും കടലും ഒന്നിക്കുന്ന ഒരു സ്പേസ്. പക്ഷേ ഇവിടെ വെള്ളം കൂടുമ്പോഴത്തേക്ക് ആ റോഡ് മുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ നമുക്ക് സേഫ്റ്റി ജാക്കറ്റ്, വാട്ടർ പ്രൂഫ് ഷൂസ്, കേസ് എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം നിങ്ങൾ നീന്താൻ അറിയാത്ത ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾ സേഫ്റ്റി ജാക്കറ്റ് വാങ്ങിച്ചിരിക്കണം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ നല്ല ഡീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി ജാക്കറ്റ് ഇല്ലാതെ നമുക്ക് ഫുള്ളും പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഫുള്ളും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സേഫ്റ്റി ജാക്കറ്റ് വാങ്ങണം. ഈ ബോട്ടിലാണ് നമ്മൾ അപ്പുറത്തെ കരയ്ക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ മസ്റ്റായിട്ട് ഷൂ വേണം, കാരണം മലയും കാടും വെള്ളമൊക്കെ താണ്ടിയാണ് പോകുന്നത്. ഞാൻ അങ്ങോട്ട് ചരിഞ്ഞ് അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ ഇവിടെ നമ്മളൊരു ഗ്യാങ് ആയിട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇവിടെ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ നടക്കാനും മലയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും ടോട്ടലി ഒരു 45 മിനിറ്റ്, ഏകദേശം ഒരു മണിക്കൂർ എന്ന് പറയാം. 1 മണിക്കൂർ എത്തും എൻ്റെ അങ്ങറ്റം വരെ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്യാങ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു വൈബിൽ അങ്ങ് പോകാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുടിക്കാനുള്ള വെള്ളം, ഒരു നേരത്തെ ഫുഡെങ്കിലും മിനിമം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പച്ച വെള്ളം കിട്ടത്തില്ല. ഒരു കടയോ ഒന്നും അതിനകത്തില്ല. ഞങ്ങളിതൊന്നും അറിയാതെ വന്നത്. ഞങ്ങൾ അവസാനം പാളിയാണ് നിന്നത് അവിടെ. പിന്നെ ഈ ചില ആൾക്കാർ ഫാമിലി ആയിട്ടും വലിയ ഗ്യാങ് ആയിട്ടൊക്കെ വരുന്നവർ ഒരുമിച്ച് വന്നിരുന്ന് ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്ന് ഗ്രില്ല് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു. കിലോമീറ്റർ നടക്കണം മലയിടിക്കുന്നൂടെ. ഓ, ഇപ്പൊ പറയില്ല, ഇപ്പൊ വീണ തീർന്നു. 2 സൈഡിൽ നിന്ന് മലയാ. പിന്നെ നമ്മളിവിടെ രാവിലെ ഒരു 7 മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് വെയിലൊക്കെ കൊള്ളാതെ പോവാം. വാഴയൊക്കെ വയ്ക്കുന്നു. വാഴ കണ്ടില്ലെന്നാണ് ഇനി ഒമാനിലും മറ്റുകൊണ്ടാ. വാഴ, കപ്പ, പപ്പായ. ഈ ആദ്യം നടക്കുന്ന സ്ഥലത്ത് ഈ മണ്ണും ഈ പൊടിയൊക്കെ ഇങ്ങനെ പറക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ചല്ലിയായിരുന്നു. ഇനി ചല്ലി വഴി നടക്കണം. ഞങ്ങളാണെങ്കിൽ ഷൂസോ അങ്ങനെ ഒന്നും ഇട്ടില്ല. ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്കറിയില്ല ഇത്ര ദൂരം നടക്കാനുണ്ടെന്ന് തന്നെ. ഇതൊക്കെ പിന്നെ ഈ നമ്മൾ പോകുന്ന വഴിയൊക്കെ കുറച്ചൊരു ഡേഞ്ചറായിട്ടുള്ള വഴികളാണ്. കാരണം സൈഡൊന്നുമില്ല. ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള ഈ പാറകളൊക്കെ കുറച്ച് സ്ലിപ്പറിയാണ്. നമ്മൾ അവരവരുടെ സേഫ്റ്റി അവരവരുടെ കയ്യിലാണ്. കാരണം ഇവിടെ ഒരു സേഫ്റ്റി ഗാർഡോ അങ്ങനെ ആരും ഞാൻ കണ്ടില്ല. ഇനി ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. സോ നോക്കി വരിക. ഈ പാറയൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. ഇതാണ് പിന്നെ ആദ്യം നമ്മൾ നടന്നു വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വെള്ളം ഇതാണ്.
സെറ്റ്. ഇത് ഓരോ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോഴും ഓരോ തരം കാഴ്ചകളാണ്. ഓരോ വഴി ഓരോ രീതിയിലൊക്കെ ആയിരിക്കുന്നത്. ഓക്കെ, ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ഏൻ വഴി തനി വഴി. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെയും കുറച്ച് ചല്ലി, പാറ, അങ്ങനെ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചെറിയൊരു വാതി പോലെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനെ പുറത്തൂടെയൊക്കെ കയറിയാൽ പോകാണ്ട്. ഞാനതല്ല ആലോചിച്ചത്, ഇവിടെ വയസ്സായ ആൾക്കാർ മുതൽ, എന്ന് വെച്ചാൽ നേരെ ചവേ നടക്കാൻ പോലും വയ്യാത്ത ആൾക്കാർ മുതൽ കൊച്ചു പിള്ളേർ വരെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെ നടന്നു കയറി പോകണമെന്നാണ് ഞാൻ ആലോചിച്ചത്. ഈ കൂടുതലും ഇംഗ്ലീഷുകാരായിരുന്നു കേട്ടോ. ചാട്. ചാടി മുങ്ങിപ്പോയേ. ചാട്. ആഴുണ്ട്. പിടി, ആളെ പിടി. ഭയങ്കര പാടായിരുന്നു കേട്ടാ. കൈതാ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പാടാന്ന്. ഓ, നീന്തറിയാവോ? ഓക്കെ, നോക്കി സ്ലിപ്പടിക്കും, നല്ല സ്ലിപ്പടിക്കും. ഉണ്ട്, ആളെന്താ? ഇവിടെ മൊത്തം കല്ലുകളായിരുന്നു. ഈ വെറും കാലോടെ നടക്കാനും ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ആ ഒരു ഷൂസൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. വാട്ടർ പ്രൂഫ് ഷൂ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നടക്കാം. ഞാൻ നേരത്തെ നിന്നപ്പോ നിൽക്കാതെ ബാക്കിൽ മാറി. ഓ,
അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താറായി. എന്നുവെച്ചാൽ അതൊരു ഗ്യാപ്പാണ്, ഒരു തല മാത്രമേ അതിനകത്ത് പോകത്തുള്ളൂ. അപ്പോൾ അത് റിസ്ക്കാണ്, അവിടെ ഡേഞ്ചറാണ്. നോക്കിയും കണ്ടും പോകാം. ഞങ്ങൾ പോയ സമയത്ത് ഇതാ പോകുന്നുണ്ടോ അതുപോലെ കയറി അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും അതിനകത്ത് കയറുമ്പോൾ ഇതാണ് വ്യൂ. പിന്നെ ഒരു കയറിട്ടുണ്ട് ജസ്റ്റ് മുകളിൽ കയറാനായിട്ട്. ഞാൻ കയറിയില്ല, ഞാൻ ഓൾറെഡി ടയേർഡായിരുന്നു. ജാക്കറ്റൊന്നും ഇല്ലാതെ എത്ര ദൂരം വന്നത്. എന്തായാലും ഒരു കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി, മസ്റ്റ് വിസിറ്റ്. രാവിലെ കഴിച്ചതായിരുന്നു, പച്ച വെള്ളം പോലും കിട്ടിയില്ല. പിന്നെ ആ ദിവസം അങ്ങ് KFCയിൽ അവസാനിപ്പിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.